ഷിയാസുക്ക ചില സമയത്ത് വലിയ സോഷ്യലിസം നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ട്രൂപ്പിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ വരുമ്പം ഞങ്ങളൊരു ട്രൂപ്പിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ ഇരിക്കുകയാണ്. റിഹേഴ്സൽ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊണ്ടുവന്നു, എല്ലാവരുടെയും ചോറിൻ്റെ പൊതി തുറന്നു. ഷിയാസുക്കയുടെ പൊതിയിൽ മാത്രം വലിയൊരു കരിമീൻ വറുത്തത്, ബാക്കി 8 പേർക്കും ഇല്ല. ഷിയാസുക്ക സ്വാഭാവികമായിട്ട് തുറക്കുകയും ചെയ്തു. ഞങ്ങൾ 8 പേരും ഇതില്ലാതെ കാണുകയും പുള്ളിക്ക് മാത്രം ഇത് കിട്ടുകയും ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് അടുത്തടുത്ത് ഇരിക്കുകയും ചെയ്തപ്പോൾ ഷിയാസുക്ക കൊണ്ടുവന്ന ഞങ്ങളുടെ സംഘാടകനോട് പറഞ്ഞു, എനിക്ക് മാത്രം ഇത് തരേണ്ട ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാം, അല്ലെങ്കിൽ എനിക്ക് മാത്രം ഒരു കരിമീൻ വറുത്ത് നിങ്ങൾ തരാൻ പാടില്ലായിരുന്നു. അത് ഇനിയിപ്പോൾ മാറ്റിയിരുത്തി തന്നാലെന്നൊക്കെ ചിലർ പറയും. ഞാൻ അതിനോടും യോജിക്കുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് വന്ന് വേറൊരിടത്ത് ഇരുന്നിട്ട് വേറൊരു വറുത്ത മീൻ എക്സ്ട്രാ എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ അതുകൊണ്ട് ഇത് കഴിക്കില്ല, എനിക്ക് ഈ മീൻ വറുത്ത വേണ്ട, ഞാനിത് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി, സന്തോഷം തോന്നി. ഞങ്ങളെല്ലാം കഴിച്ച് തുടങ്ങലും പ്രദീപ് ലാൽ എന്ന് പറയുന്ന ആർട്ടിസ്റ്റുണ്ട് കോഴിക്കോടിൽ. അവൻ ഷിയാസുക്ക കഴിഞ്ഞു, ഷിയാസുക്ക നിങ്ങൾ ആ മീൻ കഴിക്കുന്നില്ലേ? ഷിയാസ് ഇല്ല ഞാൻ കഴിക്കുന്നില്ല, എന്നാൽ ഞാനെടുത്തോട്ടെ എന്ന്. അതാണ് അമറക് ബ്രാൻഡിന് മീൻ തിന്നിട്ട് ഷെയർ ചെയ്യുന്നൊരു സീൻ വന്നിട്ടില്ല. ഈ മീൻ വറുത്ത ഞാൻ എടുത്തിട്ട് അത് ഈ സംഭവമാണ്.